PSC വോയിസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 7ാമത്തെ ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരുപാട് PYQ ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഈ ഒരൊറ്റ ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്കൊരു 5-6 മാർക്ക് ഉറപ്പായിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ വൈവിധ്യങ്ങളുടെ ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ദേവഭൂമിയിലൂടെ എന്ന കൃതി എഴുതിയിരിക്കുന്നത് MK രാമചന്ദ്രനാണ്. ദേവഭൂമിയിലൂടെ MK രാമചന്ദ്രൻ. ഇന്ത്യയുടെ സ്ഥാനം അക്ഷാംശം 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. ഈ കഴിഞ്ഞ ദിവസം നടന്ന LGSന്റെ സ്റ്റേജ് 4ാം ഘട്ടത്തിൽ ഈ ഒരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരുന്നു. അതിൽ 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ, അടുത്ത സ്റ്റേറ്റ്മെന്റും 8 ഡിഗ്രി 4 പിന്നെന്താ തെക്ക് കൊടുത്തു മുതൽ 37 ഡിഗ്രി 6 തെക്ക് വരെ. അപ്പോൾ ഇതിനകത്ത് വടക്ക് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ നമ്പർ മാത്രം ഓർത്തു വെച്ചാൽ പോരാ. 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ എന്ന് തന്നെ പഠിച്ചു വെക്കണം. രേഖാംശമാണെങ്കിൽ 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെ. അപ്പോൾ ദിശയും ഈ ഒരു വാല്യൂവും കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അടുത്തത് ഇന്ത്യൻ ഉപദ്വീപ്. ദ്വീപ് എന്ന് വെച്ചാൽ എന്താണ്? ചുറ്റും വെള്ളമാണെങ്കിൽ അതിനെ കരയുടെ ചുറ്റും വെള്ളമുള്ളതിനെയാണ് നമ്മൾ ദ്വീപ് എന്ന് പറയുന്നത്, അല്ലേ? ഉപദ്വീപ് എന്ന് പറയുമ്പോൾ 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗത്തെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുത്തു നോക്കിയാൽ അതിന് തെക്ക് ഭാഗം മുഴുവൻ സമുദ്രമാണ്, അല്ലേ? അപ്പൊ തെക്ക് ഭാഗം ഇങ്ങനെ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണുന്നത് കൊണ്ട് ആ ഒരു ഭാഗത്തെ നമ്മൾ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ആ താഴത്തെ ഭാഗത്തെ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് വിളിക്കുന്നത്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. എന്നാൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്ന് ചോദിക്കുമ്പോൾ പാമീർ ഓപ്ഷനിൽ വരാറുണ്ട്. യുദ്ധഭൂമി ചോദിക്കുമ്പോൾ അത് സിയാച്ചിൻ ആണ്. ഇത് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ്, പാമീർ പീഠഭൂമി. ഇന്ത്യയുടെ ഭൂപ്രകൃതി നമ്മൾ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊക്കെയാണ്? 1 ഉത്തരപർവ്വത മേഖല, 2 ഉത്തര മഹാസമതലം, 3 ഉപദ്വീപീയ പീഠഭൂമി, 4 തീരസമതലങ്ങൾ, 5 ദ്വീപുകൾ. ഒന്നും കൂടെ പറയാം. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഇങ്ങനെ 5 ആയിട്ടാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെ തിരിച്ചിരിക്കുന്നത്. ഇതിലാദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ്. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ ഇങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട്. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കേ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നീണ്ടു കിടക്കുന്ന പർവ്വത നിരകളെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഈ ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയൻ, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കാം ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ ഭാഗങ്ങൾ ട്രാൻസ് ഹിമാലയത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഇനി ഹിമാലയത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. കിഴക്കൻ മലനിരകൾ പഠിച്ചു വെക്കണം. എല്ലാ പേരും പഠിക്കണം. കിഴക്കൻ മലനിരകൾ അതിങ്ങനെ പഠിച്ചു വെക്കണം. ഗാരോ ഖാസി ജയന്തിയ, മീസോ നാഗ പട്കാഭ്യം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് പഠിക്കും. ഗാരോ ഖാസി ജയന്തിയ, മീസോ നാഗ പട്കാഭ്യം. ഇതെന്താണ്? കിഴക്കൻ മലനിരകളാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ട്രാൻസ് ഹിമാലയം നോക്കാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേരുന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എവറസ്റ്റ് അല്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്, അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിനാസ്റ്റൻ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ്. 8661 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. ഈ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തെ പറ്റി എന്തോർക്കണം? കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേരുന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. അടുത്ത നമുക്ക് ഹിമാലയത്തെ കുറിച്ച് നോക്കാം. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലായിട്ട്
വടക്ക് പടിഞ്ഞാറ് തെക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതനിരകൾ കാണുന്നത്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. അതിൽ ആദ്യമേ ട്രാൻസ് ഹിമാലയം വരുന്നു, പിന്നെ ഹിമാലയം വരുന്നു, പിന്നെ അതിന്റെ റൈറ്റ് സൈഡിലാണ് കിഴക്കൻ മലനിരകൾ വരുന്നത്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെയും കിഴക്കൻ മലനിരകൾക്കും ഇടയിലാണ് ഹിമാലയം. ഹിമാലയത്തിന്റെ ഏകദേശ നീളം 2400 കിലോമീറ്റർ ആണ്. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളതാണ്, 2400 കിലോമീറ്റർ. ഇനി കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം. ഇതും സ്റ്റേറ്റ്മെന്റ് ആണ്. കിഴക്കൻ ഭാഗങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നു. കാശ്മീർ ഭാഗത്ത് ഹിമാലയത്തിന്റെ ഏകദേശം ഉയരം 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തരപർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിൽ എത്തുമ്പോഴേക്കും അത് 150 കിലോമീറ്റർ മാത്രമാണ്. അപ്പം കിഴക്കോട്ട് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരികയാണ്. പർവ്വത നിരകളുടെ ഏകദേശം നീളം 2400 കിലോമീറ്റർ ആണ്. ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ 3 പർവ്വതനിരകൾ ഉൾപ്പെട്ടതാണ്. അതിൽ നമുക്ക് മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നോക്കിയാലോ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഹിമാലയ പർവ്വതത്തിലാണ്. ഇത് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഉയരം 8848. കറക്റ്റ് പറയുകയാണെങ്കിൽ 8848.86 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. 8848.86 മീറ്റർ. ഇനി നമുക്ക് നോക്കാം. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകളായിട്ട് തിരിച്ചു. ട്രാൻസ് ഹിമാലയം നമ്മൾ പഠിച്ചു, ഹിമാലയത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ആ ഹിമാലയത്തെ തന്നെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ഏറ്റവും പൊങ്ങി നിൽക്കുന്ന ആ ഉയരം കൂടിയ ഭാഗമാണ് ഹിമാദ്രി. അതിന്റെ ഉയരം ശരാശരി 6000 മീറ്റർ വരെയുണ്ട്. ഗംഗ, യമുന എന്നീ നദികളൊക്കെ ഉത്ഭവസ്ഥാനം ഹിമാദ്രിയാണ്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രിയിലാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി ഇതൊക്കെ ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളാണ്. അപ്പം ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി എന്ന് ഓർത്തു വെക്കുക. ഹിമാചൽ ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഹിമാദ്രിയുടെ താഴെ ഹിമാചൽ. ശരാശരി ഉയരം 3000 മീറ്ററേ ഉള്ളൂ. ഷിംല, ഡാർജിലിംഗ് പോലെയുള്ള സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത് ഈ ഹിമാചലിലാണ്. അപ്പോൾ ഈ സുഖവാസ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മലയുടെ മുകളിലായിരിക്കും അല്ലേ? പക്ഷേ ഹിമാദ്രി വരെ കയറാനൊന്നും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഹിമാചലിലാണ് സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, ഡാർജിലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇനി ശിവാലിക്സിലേക്ക് വരുമ്പോൾ അത് ഹിമാചലിന് താഴെയാണ്. അപ്പോൾ ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഉയരം 1220 മീറ്ററൊക്കെ ഉള്ളൂ. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചൊഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡൂണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ശിവാലിക്സിലാണ്. ഉദാഹരണം ഡെറാഡൂൺ. അപ്പോൾ ഓർത്തു വെക്കുക, ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തുള്ളതാണ് ഹിമാചൽ. ഇവിടെയാണ് സുഖവാസ കേന്ദ്രങ്ങളുള്ളത്. ശിവാലിക്സ് ഹിമാചലിന് തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നു. ഇവിടെയാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്തത് ഉത്തരപർവ്വത മേഖലയിൽ കാണുന്ന പ്രധാനപ്പെട്ട ചുരങ്ങൾ ഏതൊക്കെയാണ്? എല്ലാം പിവയ്ക്കുമാണ് കേട്ടോ, ഒന്നും കളയാനില്ല. ചുരങ്ങൾ. ലിപു ലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലിപു ലേക്ക്. അപ്പം നിങ്ങൾ ഓർക്കണം, നമ്മൾ ലേഖനം എഴുതാനാണോ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, നമ്മൾ ഉത്തരം എഴുതാനാണല്ലേ. അപ്പോൾ ലിപു ലേക്ക്, ലേഖനം എന്ന് കാണുമ്പോഴേ ഉത്തരം ഓർത്തോണം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ലിപു ലേക്ക് ചുരം. അടുത്തത് ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ഹിമാചൽ പ്രദേശ് ഹിമം എന്ന് വെച്ചാൽ എന്താ? മഞ്ഞ്. ആ മഞ്ഞെല്ലാം ഉരുക്കി വെള്ളമാക്കിയിട്ട് വേണം നമുക്ക് അതിലൂടെ ഷിപ്പ് ഓടിക്കാൻ കേട്ടോ. അപ്പോൾ ഷിപ്പ് എന്ന് പറയുമ്പോൾ മഞ്ഞ് ഓർക്കണം. അപ്പോൾ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് ഷിപ്കില ചുരം. അപ്പോൾ 2 എണ്ണം കിട്ടിയില്ലേ? ലിപു ലേക്ക് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില, ഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മഞ്ഞ് ഓർക്കണം. അപ്പോൾ ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. അടുത്തത് സോജില, ശ്രീനഗർ, കാർഗിൽ. സോജ് ആലോചിച്ചിട്ട് വേണം ശ്രീനഗർ ടു കാർഗിലൊക്കെ പോകാൻ കേട്ടോ. അവിടെ ചിലപ്പോൾ എന്താ യുദ്ധം നടക്കുമായിരിക്കും, പട്ടാളക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ശ്രീനഗർ തൊട്ട് കാർഗിൽ വരെ പോകാൻ. അപ്പോൾ സോജില, ശ്രീനഗർ, കാർഗിൽ. അടുത്തത് നാഥുല ചുരം, സിക്കിം, ടിബറ്റ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. 4 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്തത് ഹിമവാന്റെ ജനനം. എങ്ങനെയാണ് ഹിമാലയം ഉണ്ടായത്? ഹിമാലയ പർവ്വതനിരകൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും 2 പ്ലേറ്റ്സ് ആണല്ലേ. ഇന്ത്യൻ ഫലകവും ഉണ്ട്, യൂറേഷ്യൻ ഫലകവും ഉണ്ട്. ഇത് രണ്ടും കൂട്ടിമുട്ടിയപ്പോൾ ഇവക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നതാണ് ഹിമാലയ പർവ്വതനിരകളായി മാറിയത്.
ഒന്നും കൂടെ പറയാം, ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് ഭാഗം സമ്മർദ്ദം കൊണ്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതനിര ഉണ്ടായത്. അപ്പൊ ഹിമാലയ പർവ്വതനിര ഒരു മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണെന്ന് മനസ്സിലായല്ലോ. ഫോൾഡ് മൗണ്ടെയിൻ ഉദാഹരണമാണ് ഹിമാലയം. അതുണ്ടായത് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോഴാണ്. ഓക്കെ, ഇനി ഹിമാലയ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഉയരമുള്ള സ്ഥലങ്ങളിൽ ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും, പിന്നെ ഉയരം കുറഞ്ഞ പ്രദേശങ്ങളിലാണെങ്കിൽ ദേവദാരു, സ്പ്രൂസ് പോലെയുള്ള വൃക്ഷങ്ങളുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ട്രാൻസ് ഹിമാലയം പഠിച്ചു, ഹിമാലയം പഠിച്ചു. ഇനി നമുക്ക് കിഴക്കൻ മലനിരകളിലേക്ക് പോകാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശം പൂർവാചൽ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കിഴക്കൻ മലനിരകൾ, ഈസ്റ്റേൺ ഹിൽസ്, ഈ ഭാഗം തന്നെയാണ് പൂർവാചൽ എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാ? ചിറാപൂഞ്ചി. അതുള്ളത് കിഴക്കൻ മലനിരകളിലാണ്. കിഴക്കൻ മലനിരകളുടെ പേരൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ഗാരോ, ഖാസി, ജയന്തിയ, മീസോ, നാഗ, പട്കായ്ഭ്യം. മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്തരപർവ്വത മേഖലയാണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഉത്തരപർവ്വത മേഖല, അതിനെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്ന് തിരിച്ചിരിക്കുന്നു. അതിൽ ഹിമാലയത്തെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് എന്ന് തിരിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഹിമവാന്റെ മടിത്തട്ടിലെ ജീവിതം എങ്ങനെയായിരിക്കും? നമ്മൾ ഈ കാശ്മീരിലെ പടങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാ? അവിടെ മൃഗപരിപാലനം പ്രധാനമായിട്ടും എന്താ? കുറെ ചെമ്മരി ആടുകളെയൊക്കെ ഇങ്ങനെ മേച്ചോണ്ട് പോകുന്ന കാണാം അല്ലേ? അപ്പം മൃഗപരിപാലനം ആണ് അവിടുത്തെ ജനങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി ചെമ്മരി ആടുകളെ വളർത്തുന്നു. പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ട് വരുന്ന എക്കൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് ശിവാലിക്കിന്റെ താഴ്വാര മേഖല. അപ്പൊ ഈ എക്കൽ അടിഞ്ഞുകൂടുന്ന പ്രദേശത്ത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമല്ലേ? അപ്പൊ ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില, ഇതെല്ലാം നമ്മൾ ഈ ഒരു ഹിമാലയത്തിന്റെ കീഴിൽ നമ്മൾ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. ആസാം വാലി ടീ എന്ന് ഓർത്താൽ മതി അല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. ഓക്കെ, ഇനി പർവ്വത മേഖല വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. ഏതാണ് ആ പറുദീസ? ഹിമാലയമാണ് അല്ലേ? ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. കാരണം അവിടെ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാ? ഷിംല, ഡാർജിലിംഗ്, കുളു, മണാലി ഇതുപോലുള്ള സുഖവാസ കേന്ദ്രങ്ങളൊക്കെ കാണുന്നത് ഉത്തരപർവ്വത മേഖലയാണ് അല്ലേ? ഈ ഷിംല, ഡാർജിലിംഗ് ഒക്കെ എവിടെയാ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഹിമാചലിലാണ് അല്ലേ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. അതിൽ ഹിമാചലിലല്ലേ നമ്മൾ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഹിമാലയത്തിന്റെ കീഴിലുള്ളവർ എങ്ങനെയാണ് താമസിക്കുന്നത്, അവരുടെ ജീവിതമാർഗം എങ്ങനെയാണ്, അവരെന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം കൂടെ നമുക്ക് നോക്കാം. പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മെ സംരക്ഷിച്ചു വരുന്നു. ഇത്രയും വലിയൊരു മല അവിടെ നിൽക്കുവാണ്. അപ്പോൾ അതിലൂടെ കയറി വന്നിട്ട് ആക്രമിക്കാൻ വരുന്നവരൊക്കെ എന്ത് ചെയ്യും? ഭയങ്കര ടയർഡായി പോലെ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ പോലെ നിൽക്കുന്നത് കൊണ്ട് നമ്മളിത് പല ആക്രമണങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യുന്നു. മൺസൂൺ കാറ്റുകൾ വരുമ്പോൾ എന്താണ്? അത് ഇവിടെ തടഞ്ഞു നിർത്തി, അപ്പുറത്തേക്ക് പോകാതെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. അപ്പം മഴ നൽകുന്ന മൺസൂൺ കാറ്റുകളെ ഇവിടെ തന്നെ നിർത്തുന്നു, എന്നാൽ വരണ്ട കാറ്റുകളെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി അതുപോലെ തന്നെ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഈ മലനിരകൾ. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ടാവുന്ന നദികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പ്രധാന നദികളാണ് ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. എല്ലാം PYQ ആണ് കേട്ടോ. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ. അപ്പൊ ടിബറ്റ് പേരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? സാങ്പോ ടിബറ്റിലാണ് അല്ലേ? അപ്പൊ ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ നദികളെ കുറിച്ച് നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു നദി ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അത് പതിക്കുന്നത് അറബിക്കടലിലാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു. സിന്ധു ഒഴുകി എന്താണ് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി അറബിക്കടലിലാണ് പതിക്കുന്നത്. ഗംഗയും ബ്രഹ്മപുത്രയും പോയി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ്. അപ്പൊ സിന്ധു പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, പതിക്കുന്നത് അറബിക്കടലിലാണ്. ഗംഗയും ബ്രഹ്മപുത്രയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്.
ഓക്കെ, സിന്ധു നദി ഉത്ഭവിച്ചിരിക്കുന്നത് ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സത്ലജ്, ചിനാബ്, ഝലം, ബിയാസ്, രവി ഇതൊക്കെ സിന്ധു നദിയുടെ പോഷക നദിയാണ്. അത് അറബിക്കടലിൽ പോയി പതിക്കുന്നു. ഇനി ഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഗംഗോത്രി ഹിമാനിയിലെ ഗോയ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഗംഗോത്രി ഹിമാനിയിലെ ഗോയ്മുഖ് ഗുഹയിൽ നിന്നും ഗംഗ ഉത്ഭവിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ യമുന, സോൺ, കോസി, ദാമോദർ ഇതൊക്കെ ഗംഗയുടെ പോഷക നദികളാണ്. വേറെയും പോഷക നദികളുണ്ട്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് യമുന, സോൺ, കോസി, ദാമോദർ. അടുത്തത് ബ്രഹ്മപുത്ര എവിടെ നിന്നാണ്? ടിബറ്റിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. പ്രധാനപ്പെട്ട പോഷക നദികൾ അത് സുലോമിന ടീസ്റ്റാൾ എന്നാണ് മൻസൂർ അലി സാറ് നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത് അല്ലെ. സുലോമിന ടീസ്റ്റാൾ ഏതൊക്കെയാ? സുബാൻ സിരി, ലോഹിത്, മാനസ്, ടീസ്റ്റ, സുലോമിന ടീസ്റ്റാൾ. അപ്പൊ സുബാൻ സിരി, ലോഹിത്, മാനസ്, ടീസ്ത ഇതൊക്കെ ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. അതുപോലെ തന്നെ ദിബാങ്, ദിഹിങ് എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ ബ്രഹ്മപുത്ര തന്നെയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? ജമുന. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? സാങ്പോ. ബ്രഹ്മപുത്രനെ അരുണാചൽ പ്രദേശുകാർ വിളിക്കുന്നത് ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്നൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഇനി മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയൊക്കെയാണ് ബ്രഹ്മപുത്ര. ആഴം കൂടിയ നദിയാണ്. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ബ്രഹ്മപുത്ര ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിന്റെ ഉത്ഭവസ്ഥാനം, അത് പതിക്കുന്ന സമുദ്രം, അതിന്റെ പോഷക നദികൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അടുത്ത നമുക്ക് ഇന്ത്യൻ ഉത്തര മഹാസമതലത്തിലേക്ക് പോകാം. അപ്പൊ ഇന്ത്യയെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിക്കുന്നു. അതിൽ ഒന്നാമത്തേതായിരുന്നു ഉത്തരപർവ്വത മേഖല, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തേതാണ് ഉത്തര മഹാസമതലം. 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലവും ഫലഭൂയിഷ്ഠമായ പ്രദേശത്തെയാണ് ഉത്തര മഹാസമതലം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികൾ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടായ സമതലമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഹിമാലയത്തിൽ നിന്നുണ്ടാകുന്ന നദികൾ എന്ത് ചെയ്യുന്നു? അതിങ്ങനെ ഒഴുകി വരുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കും അല്ലേ. ആ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടായി വന്നൊരു സമതലത്തെയാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളോളം കനത്തിൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടായ ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിലൊന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലത്തിൽ ഒന്നാണ് ഈ ഉത്തര മഹാസമതലം അഥവാ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നു. കാരണം എന്താ? ഹിമാലയൻ നദികൾ എക്കൽ നിക്ഷേപിച്ചാണ് ഉണ്ടായെന്ന് പറഞ്ഞല്ലേ. ഹിമാലയൻ നദികൾ ഏതൊക്കെയാ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പൊ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ കൊണ്ടുപോയി ഉണ്ടാക്കിയ സമതലം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് വിളിക്കാം. അപ്പൊ ഉത്തര മഹാസമതലം ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഉണ്ടായത്. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഉത്തര മഹാസമതലമുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലത്തിൽ ഒന്നാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. അതുപോലെ ഇന്ത്യയുടെ ധാന്യപ്പുര, ഇത്രയും എക്കലൊക്കെ കൊണ്ട് ഇട്ടേക്കുവാണല്ലേ, ഇവിടെ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യത്തില്ലേ. അപ്പൊ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നതും ഉത്തര മഹാസമതലമാണ്. അവിടെ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർ വർഗ്ഗങ്ങൾ ഇതുപോലെയുള്ള എല്ലാം കൃഷി ചെയ്യുന്നത് ഉത്തര മഹാസമതലത്തിലാണ്. ലോകത്തെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ഉത്തര മഹാസമതലം. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നൊക്കെ ചോദിച്ചാൽ അത് എന്താണ്? ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം കിടക്കുന്ന ആ ഒരു സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ആസാം, UP, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഇത്രയും സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉത്തര മഹാസമതലം നീണ്ടു കിടക്കുന്നത്. അപ്പോൾ ഉത്തര മഹാസമതലങ്ങളെ കുറിച്ച് പഠിക്കേണ്ട പോയിന്റുകളെല്ലാം ഞാൻ പറഞ്ഞു. ഇനി അതുണ്ടാക്കുന്ന സമതലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്തര മഹാസമതലത്തെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പഞ്ചാബ്, ഹരിയാന സമതലം. പഞ്ചാബ്, ഹരിയാന സമതലം ഉണ്ടാക്കുന്നത് സിന്ധുവും പോഷക നദികൾ കൂടിയാണ്. സിന്ധു എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ട് ഒഴുകി നേരെ പോയി അറബിക്കടലിൽ പതിക്കുവാണല്ലേ. അപ്പോൾ ആ പഞ്ചാബ്, ഹരിയാന ഭാഗം നമുക്ക് ഓർക്കാം. പഞ്ചാബ്, ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ. ലൂണി, സരസ്വതി നദികളാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ ഉണ്ടാക്കുന്നത്. ഗംഗാ സമതലം. ഗംഗയും ഗംഗയുടെ പോഷക നദികളുമാണ് ഗംഗാ സമതലം ഉണ്ടാക്കുന്നത്.
ആസാമിലെ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്രയും ബ്രഹ്മപുത്രയുടെ പോഷക നദികളും. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം, ഈ ആസാമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി തന്നെ ബ്രഹ്മപുത്രയാണ് കേട്ടോ. അപ്പം നമ്മൾ ഉത്തര മഹാസമതലമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്ന സമതലത്തിന്റെ പേരും അതിന് കാരണമാകുന്ന നദികളും നമ്മൾ പഠിച്ചു വെച്ചു. കാണാപ്പാടം പഠിക്കാൻ ഒന്നുമില്ല. ഗംഗയാണെങ്കിൽ ഗംഗയും ഗംഗയുടെ പോഷക നദിയും, ബ്രഹ്മപുത്ര സമതലമാണെങ്കിൽ ബ്രഹ്മപുത്രയും ബ്രഹ്മപുത്രയുടെ പോഷക നദികളും. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ, രാജസ്ഥാനിലൂടെയാണ് ലൂണിയും സരസ്വതിയൊക്കെ ഒഴുകുന്നതെന്ന് അറിയാം. അപ്പൊ ലൂണി, സരസ്വതി നദികൾ. പഞ്ചാബ് ഹരിയാന സമതലമാണെങ്കിൽ സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും. അടുത്തത് ഇന്ത്യയുടെ ധാന്യപുര. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമുദ്രമാണ്. അവിടെ ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശമാണെന്ന് പറഞ്ഞു. ഉത്തര മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ ഭയങ്കര കുറവാണ്. ആ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ എവിടെയാ? രാജസ്ഥാൻ ഭാഗമാണ് അല്ലേ. അപ്പൊ രാജസ്ഥാനിലെ പല ഭാഗങ്ങളിലും മഴ കുറവാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് മരുഭൂമികളൊക്കെ കാണാൻ പറ്റുന്നു. ആ മരുഭൂമിക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് താർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ എന്ന പ്രദേശവും ഈ താർ മരുഭൂമിയിലാണുള്ളത്. ലൂണി നദിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സരസ്വതി നദിയുമാണ് ഈ സമതലത്തിന്റെ ഭാഗം. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ ലൂണി, സരസ്വതി നദികളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മരുഭൂമിയാണ് നമ്മൾ മരുഭൂമിയിൽ കാണുന്നത്. അവിടെ അപ്പം മുൾച്ചെടികളും കുറ്റിക്കാടുകളൊക്കെയാണ് ഉള്ളത്. അതിന് വലിയ വെള്ളത്തിനെ ഒന്നും ആവശ്യമില്ല അല്ലേ. മുൾച്ചെടികളും കുറ്റിക്കാടുകളൊക്കെയാണ് നമ്മൾ ഈ മരുഭൂമിയിൽ കാണുന്നത്. പിന്നെ അവിടെ കൃഷി ചെയ്യുന്നത് ബജ്ര, ജോവർ എന്നിവയാണ്. ബജ്ര, ജോവർ എന്നിവ കൃഷി ചെയ്യുന്നു. സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് രൂപം നൽകിയ വിശാലമായ സമതല പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം. അവിടെ ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയൊക്കെ കൃഷി ചെയ്യുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ നമുക്കിനി മൂന്നാമത്തെ ഭൂപ്രകൃതിയിലേക്ക് പോകാം. ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ ഇന്ത്യയെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിലെ ആദ്യത്തെ ഉത്തരപർവ്വത മേഖല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്ന് തിരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉത്തര മഹാസമുദ്രം പഠിച്ചു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗത്തെയാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന സംസ്ഥാനങ്ങളുടെ പേരൊക്കെ ഓർത്തു വെച്ചോ. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അതുപോലെ ഇതിന്റെ വിസ്തൃതി 15 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. 15 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇത് ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. 2695 മീറ്റർ. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നാണ് വിളിക്കുന്നത്. ധാതുക്കളുടെ കലവറ, മാറിപ്പോകരുത്. ഇന്ത്യയുടെ ധാന്യപുര, നമ്മൾ കൃഷി ചെയ്യുന്ന എവിടെയായിരുന്നു? ധാന്യപുര, അത് ഉത്തര മഹാസമുദ്രം. എന്നാൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. PYQ ആണ് കേട്ടോ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഇവിടെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലുള്ളത്. തേക്ക്, സാൽ, ചന്ദനം, മുളയൊക്കെ ഇവിടെ കാണപ്പെടുന്നു. ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകളിൽ എന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഉള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം അതെന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. ഇതെല്ലാം PYQ ആണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ലാവ എന്താണ്? വോൾക്കാനോ ഉണ്ടാകുന്ന സമയത്ത് മാഗ്മ പുറത്തു വന്ന് ലാവയായിട്ട് മാറുന്നു അല്ലേ. ആ ലാവ തണുത്തുറഞ്ഞുണ്ടായ ഒരു പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. അതെങ്ങനെയാണ് ഉണ്ടായത്? അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. ഇവിടെ ആഗ്നേയശിലകളാണുള്ളത്. അതിൽ ഏത് ആഗ്നേയശിലയാണ്? ബസാൾട്ട്. ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയായിരുന്നു? ഗ്രാനൈറ്റും ബസാൾട്ടും ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്ന് വിളിക്കുന്നു. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്?
കറുത്ത മണ്ണാണ് കേട്ടോ, കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചാണ്. ഇവിടെ ഏത് ആഗ്നേയ ശിലകളാൽ നിർമ്മിതമാണ്? ബസാൾട്ട്. അവിടെ കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് കറുത്ത പരുത്തി മണ്ണെന്നും അറിയപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിൽ കറുത്ത മണ്ണ് മാത്രമല്ല ചെമ്മണ്ണും ധാരാളമായി കാണപ്പെടാറുണ്ട്. ചെമ്മണ്ണ് റെഡ് സോയിൽ ആണല്ലേ. ഇതിന് ഈ ചുമന്ന നിറം വരാനുള്ള കാരണം എന്താണ്? അതിൽ ഇരുമ്പിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് അത് ചെമ്മണ്ണെന്ന് പറയുന്നത് കേട്ടോ. ഇരുമ്പിന്റെ അംശമാണ് ഇതിന് ചുവപ്പ് നിറം നൽകുന്നത്. അതുപോലെ ലാറ്ററൈറ്റ് മണ്ണും ഇവിടെ രൂപപ്പെടാറുണ്ട്. അതിന്റെ കാരണം മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി വരുന്നത് കൊണ്ട് അവിടെ ലാറ്ററൈറ്റ് മണ്ണ് രൂപക്കൊള്ളുന്നു. ലാറ്ററൈറ്റ് മണ്ണ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് കേട്ടോ. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിൽ കറുത്ത മണ്ണുള്ള കാര്യം പറഞ്ഞു, ചെമ്മണ്ണുള്ള കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലും നദികളുടെ ഉത്ഭവ പ്രദേശം കൂടിയാണ്. നമ്മൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഹിമാലയൻ നദികൾ പറഞ്ഞില്ലേ. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ആ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ക്ലിയർ ആയല്ലോ. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതിലോർത്തോണം, നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകി ചെന്ന് അറബിക്കടലിൽ പതിക്കുന്നു. ബാക്കിയെല്ലാം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്ന നദികളാണ്. അപ്പം മഹാനദിയും ഗോദാവരിയും കൃഷ്ണയും കാവേരിയും കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നർമ്മദയും താപ്തിയും. അതുപോലെ നമ്മൾ നേരത്തെ രാജസ്ഥാനിലെ രണ്ട് നദികൾ പറഞ്ഞില്ലേ, ലൂണിയും സബർമതിയും, അതും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇനി ഇതിന്റെ ഉത്ഭവം നോക്കാം. മഹാനദി ഉത്ഭവിക്കുന്നത് മൈക്കല നിരകളിലാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. പ്രധാന പോഷക നദികൾ ഇബ്, ടെല്ല്, ഷിയോൻ, അതൊക്കെയാണ് മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അടുത്തത് ഗോദാവരി. പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. പ്രധാന പോഷക നദികൾ ഇന്ദ്രാവതി, ശബരി. ശബരിയുടെ പ്രാണനാണ് ഇന്ദ്രാവതി എന്നാണ് പഠിക്കുന്നത് അല്ലെ. ശബരി, പ്രാണഹിത, ഇന്ദ്രാവതിയൊക്കെയാണ് ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഭീമ, തുംഗഭദ്ര. കൃഷ്ണ, തുംബിക്കോ, തുംഗഭദ്ര, ഭീമ, കൊയ്ന. ഇതാണ് കൃഷ്ണയുടെ പോഷക നദികൾ. ഇത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. കാവേരി നദി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിലകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. കബനി, അമരാവതിയൊക്കെ കാവേരിയുടെ പോഷക നദിയാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഇതെല്ലാം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നർമ്മദയും താപ്തിയും. നർമ്മദയാണെങ്കിൽ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഹിരൺ, ബെഞ്ചൻ ഒക്കെയാണ് നർമ്മദയുടെ പോഷക നദി. താപ്തി മുൾത്തായ് പീഠഭൂമി മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അനർ, ഗിർണയൊക്കെയാണ് താപ്തിയുടെ പോഷക നദികൾ. നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഈ നദികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നദികൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, നദി എവിടെ പതിക്കുന്നു, നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതെല്ലാമാണ്, അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്ത കൊടുത്തിരിക്കുന്നത് ജോഗ് വാട്ടർഫാൾസ്. എന്താ? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദിയിൽ ഏറ്റവും വലിയ നദി ഏതാടാ? ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ നദി. ഇനി കർണാടകത്തിലെ ശരാവതി നദിയിലുള്ള ജോഗ് വാട്ടർഫാൾസ് ഇവയിൽ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ്. ഉപദ്വീപീയ നദികളിൽ കുറേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഉയരത്തിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് വാട്ടർഫാൾസ് ആണ്. ജോഗ് വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. അത് കർണാടകത്തിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, PYQ ആണേ. ഓക്കെ, അപ്പം നമ്മൾ ഹിമാലയൻ നദികളും പഠിച്ചു കഴിഞ്ഞു, ഉപദ്വീപീയ നദികളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് തമ്മിലൊന്ന് കമ്പയർ ചെയ്താലോ. ഹിമാലയൻ നദികൾ എന്താ? ഹിമാലയ പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉപദ്വീപീയ നദികളാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഹിമാലയൻ നദികൾ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം അല്ലേ, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലേ, അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. ഉപദ്വീപീയ നദികൾ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഹിമാലയ നദികൾ അപരദന തീവ്രത കൂടുതൽ. അപരദനം, എറോഷൻ അല്ലേ, നല്ല സ്പീഡിൽ കുത്തി ഒഴുകി വരുവാണ്. അപ്പോൾ അവിടെ അപരദനം കൂടുതലായിരിക്കും. ഉപദ്വീപീയ നദികൾ അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഹിമാലയൻ നദികൾ പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങൾ വളഞ്ഞു പൊളഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഉപദ്വീപീയ നദികൾ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നത് കൊണ്ട് അഗാധ താഴ്വരകളൊന്നും ഉപദ്വീപീയ നദികൾ സൃഷ്ടിക്കുന്നില്ല. ഹിമാലയൻ നദികൾ ഉയർന്ന ജലസേചന ശേഷിയുള്ളവ അല്ലെ. ബ്രഹ്മപുത്രയൊക്കെ ഏറ്റവും ആഴം കൂടിയ നദിയല്ലേ. ഇനി ഉപദ്വീപീയ നദികളാണെങ്കിലോ കുറഞ്ഞ ജലസേചന ശേഷി മാത്രമേ ഉള്ളൂ. ഹിമാലയൻ നദികൾ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത
ഉപദ്വീപീയ നദികൾ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവ്. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സാം ഹാളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നും. പക്ഷെ ഓർത്തോണം, ഹിമാലയൻ നദികൾ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. ഉപദ്വീപീയ നദികളാകുമ്പോൾ സാധ്യത താരതമ്യേന കുറവാണ് കേട്ടോ. അപ്പോൾ ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് നോക്കാം. പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അതുപോലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അവിടുത്തെ പ്രധാന ധാതു വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ലൊക്കെയാണ് പ്രധാനപ്പെട്ട ധാതു വിഭവങ്ങൾ. അതുപോലെ കൃഷി, ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങളൊക്കെയാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള തൊഴിൽ മേഖലകൾ. അപ്പം നമ്മൾ ഇന്ത്യയെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിച്ചു. അതിൽ ഒന്നാമത്തെ ഉത്തരപർവ്വത മേഖല നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. രണ്ടാമത്തെ ഉത്തരമഹാസമതലം പഠിച്ചു. മൂന്നാമത്തെ ഉപദ്വീപീയ പീഠഭൂമിയും നമ്മൾ പഠിച്ചു. ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് എന്തൊക്കെ ഓർത്തിരിക്കണം? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ്. അവിടുത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നു. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണുള്ളത്. പിന്നെ ആഗ്നേയ ശിലകൾ ബസാൾട്ട് മൂലമാണ് ഈ പീഠഭൂമി നിർമ്മിതമായിരിക്കുന്നത്. അവിടെ കറുത്ത മണ്ണ് വ്യാപകമായിട്ട് കാണപ്പെടുന്നു. ഇത് പരുത്തി മണ്ണെന്നും അറിയപ്പെടുന്നു. ചെമ്മണ്ണ് കാണപ്പെടുന്നു. ചെമ്മണ്ണിന്റെ ചുവന്ന നിറത്തിന് കാരണം ഇരുമ്പിന്റെ അംശമാണ്. ലാറ്ററൈറ്റ് മണ്ണും രൂപപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് തീരസമതലങ്ങൾ. പശ്ചിമ ബംഗാളിൽ നിന്നും ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുവാണ് അല്ലേ നമ്മുടെ തീരസമതലം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീണ്ടു നിൽക്കുന്ന തീരപ്രദേശത്തിന് ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ട്. ഈ ഒരു ഇന്ത്യൻ തീരസമതലത്തെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെ കിടക്കുന്ന ഈ പ്രദേശത്തെ നമുക്ക് മുറിച്ച് രണ്ടാക്കാം അല്ലേ. രണ്ടാക്കി തിരിക്കാം. ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരസമതലവും ഉണ്ട്, കിഴക്കൻ തീരസമതലവും ഉണ്ട്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. അറബിക്കടൽ എവിടെയാണ്? ലെഫ്റ്റിലല്ലേ. അപ്പോൾ അറബിക്കടൽ അവിടെ പശ്ചിമഘട്ടമുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് കിടക്കുന്ന തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ നടുക്ക് വരെ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. താരതമ്യേന ഇതിന് വീതി കുറവാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ 3 ആയിട്ട് തിരിക്കാം. ഗുജറാത്ത് തീരസമതലം ഉണ്ട്, പിന്നെ കൊങ്കൺ റെയിൽവേക്ക് അവിടെയല്ലേ വരുന്നത്, കൊങ്കൺ ഉണ്ട്, പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ മലബാർ. ഇത് 3 കൂടെ ചേരുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇവിടെയാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത്. കായലുകളും അഴിമുഖങ്ങളും, എസ്റ്റുറീസ്. ഓർത്താൽ മതിയല്ലോ, കേരള ഈസിലല്ലേ. അപ്പോൾ കേരളത്തിൽ കായലും ഉണ്ട്, അഴിമുഖങ്ങളും ഉണ്ട് അല്ലേ. അഴിമുഖം എന്ന് പറഞ്ഞാൽ കടലും കായലും കൂടെ കൂടിച്ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം എന്തോർക്കണം? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഇതിന് വീതി കുറവാണ്. ഗുജറാത്ത് തീരസമതലമുണ്ട് തുടക്കം, പിന്നെ കൊങ്കൺ തീരസമതലമുണ്ട്, മലബാർ തീരസമതലം എന്നിങ്ങനെയുണ്ട്. പിന്നെ കായലുകളും അഴിമുഖങ്ങളും ഉണ്ടാകുന്നത് പടിഞ്ഞാറൻ തീരസമതലത്താണ്. ഇനി ഇതുപോലെ തന്നെ കിഴക്കൻ തീരസമതലത്തിലേക്ക് വരുമ്പോഴോ അവിടെ ബംഗാൾ ഉൾക്കടലിലും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. സുന്ദരവനം പ്രദേശം, സുന്ദർബൻ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ കിടക്കുന്ന ഭാഗമാണ് കിഴക്കൻ തീരസമതലം. ഇതിന് വീതി കൂടുതലാണ്. അതിന്റെ ഭാഗം എങ്ങനെയൊക്കെയാണ്? വടക്കൻ സിർക്കാസ്, അതായത് നമ്മുടെ ഒഡീഷയുടെ ഭാഗമില്ലേ, ഉത്കൽ ഭാഗം, അവിടെ വടക്കൻ സിർക്കാസ്, പിന്നെ താഴേക്കുള്ള ഭാഗത്തെ കൊറമാണ്ടൽ തീരസമതലം എന്നിങ്ങനെയാണ് തിരിക്കുന്നത്. കിഴക്കൻ തീരസമതലത്തിൽ ഉണ്ടാകുന്നത് ഡെൽറ്റയാണ്. ഓർത്തോണം, പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുമ്പോൾ കിഴക്കൻ തീരസമതലത്തിൽ ഡെൽറ്റ രൂപീകരണമാണ് നടക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ദ്വീപുകൾ. അതിനു മുമ്പ് തീരസമതലങ്ങളിലെ ആൾക്കാർ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? തീരസമതലമല്ലേ, അപ്പോൾ പ്രധാനമായിട്ട് ഒരു മത്സ്യബന്ധനമായിരിക്കും നടത്തുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ കടലിൻ്റെ അടുത്തൊക്കെ കൃഷി ചെയ്യുന്നത് നെല്ലും തെങ്ങും ഒക്കെയാണ് കേട്ടോ. നെല്ല്, തെങ്ങ് എന്നിവയൊക്കെയാണ് പടിഞ്ഞാറൻ തീരത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. ഇനി കിഴക്കൻ ഭാഗത്തേക്ക് വരുമ്പോൾ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി, ഈ നദികളൊക്കെ ഒഴുകി വരുന്നത് ഈ കിഴക്കൻ ഭാഗത്തേക്കാണ് അല്ലേ. അപ്പം നദികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വ്യാപകമായിട്ട് നെല്ലും കൃഷി ചെയ്യുന്നു. ഇനി അടുത്ത് നമുക്ക് ദ്വീപുകളിലേക്ക് പോകാം. നമ്മൾ 5ാമത്തെ ഭൂപ്രകൃതി വിഭാഗത്തിലെത്തി. ഇന്ത്യയെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിക്കാം. 1 ഉത്തരപർവ്വത മേഖല, 2 ഉത്തര മഹാസമതലം, 3 ഉപദ്വീപീയ പീഠഭൂമി, 4 തീരസമതലങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 5ാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് ദ്വീപുകൾ. അതിലാദ്യം നമ്മൾ പറയുന്നത് ലക്ഷദ്വീപിനെ കുറിച്ചാണ് കേട്ടോ. 36 ദ്വീപുകളിലാണ് അറബിക്കടലിലെ ഈ ദ്വീപസമൂഹത്തിലുള്ളത്. പിന്നെ ഈ 36 ദ്വീപ് ഉണ്ടെങ്കിലും 11 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ.
ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അകത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമനിദ്വീപ്, ചെത്തിലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ. ഇത് ചുമ്മാ വായിച്ചു വിടരുത്, ഈ ദ്വീപുകളുടെയൊക്കെ പേര് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത് ആണ്, ഏറ്റവും ചെറുത് ബിത്രയാണ്. അതൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പൊ ലക്ഷദ്വീപ് 36 ദ്വീപുകൾ ചേരുന്നതാണ്. അവിടെ 11 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. പിന്നെ ലക്ഷദ്വീപിലാണ് ലഗൂണുകളും മണൽ തീരങ്ങളും പവിഴപ്പുറ്റുകളൊക്കെ കാണപ്പെടുന്നത്. അവിടുത്തെ അവരുടെ തൊഴിലെന്ന് പറയുന്നത് മത്സ്യബന്ധനവും വിനോദസഞ്ചാരവുമാണ്. അടുത്ത നമുക്ക് അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലേക്ക് പോകാം. അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ് അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ അൻഡമാൻ ദ്വീപ് എന്ന് പറയുന്നത് 200 ദ്വീപുകളാണ്. 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ നമ്മൾ അൻഡമാൻ ദ്വീപ് എന്നും 19 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഭാഗത്തെ നിക്കോബാർ ദ്വീപുകൾ എന്നും വിളിക്കുന്നു. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് അൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. ഇത് ഇത്ര വലിയ പ്രദേശമാണെങ്കിൽ പോലും മിക്ക ദ്വീപുകളിലും ഒന്നും ജനവാസം ഇല്ല. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതം ഈ ദ്വീപ സമൂഹത്തിലാണുള്ളത്. അതെവിടെയാണ്? ബാരൻ ഐലൻഡിലാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ബാരൻ ഐലൻഡ്. അതെവിടെയാണ്? ബാരൻ ദ്വീപിലാണ് കേട്ടോ. അൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ്. ഇനി അൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നതും നിക്കോബാർ ദ്വീപുകളിലാണ്. ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റും വടക്കേ അറ്റമാണെങ്കിൽ ഇന്ദിരാ കോളുമാണ് അല്ലേ. അപ്പൊ ഈ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് കാണപ്പെടുന്നത് നിക്കോബാർ ദ്വീപിന്റെ തെക്കേ അറ്റത്താണ്. അപ്പൊ നമ്മൾ 2 ദ്വീപുകളെ പറ്റി പറഞ്ഞു. ഏതാണ്? ലക്ഷദ്വീപിനെ പറ്റിയും പറഞ്ഞു, അൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിനെ പറ്റിയും പറഞ്ഞു. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ ദ്വീപുകളെ കുറിച്ച്. അപ്പൊ ഇന്ത്യയുടെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകം എവിടെയായിരിക്കും? ഇന്ത്യ എവിടെയാണ് കിടക്കുന്നതിനനുസരിച്ചായിരിക്കും അല്ലേ. വല്ല പോളിന്റെ അടുത്ത് വല്ല ആയിരുന്നെങ്കിലോ ഫുൾ തണുപ്പും എൻ്റെ കാനഡയിലൊക്കെ പെയ്യുന്ന പോലെ കുറെ മഞ്ഞൊക്കെ പെയ്താനേ. പക്ഷെ അങ്ങനെയാണോ കിടക്കുന്നത്? അല്ലല്ലേ. അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം, ഇന്ത്യ എവിടെയാണ് കിടക്കുന്നത്? അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് അല്ലേ. അപ്പൊ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്താണ്? അക്ഷാംശീയ സ്ഥാനമാണ്. ഭൂപ്രകൃതി അല്ലെ. ഭൂപ്രകൃതി നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? വരണ്ട കാറ്റുകൾ ഇങ്ങോട്ട് വരാതെ നിർത്താൻ വേണ്ടി അവിടെ ഹിമാലയം ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? മൺസൂൺ കാറ്റുകൾ ഇവിടെ നിലനിർത്തി മഴ പെയ്യാൻ സഹായിക്കുന്നു. അതൊക്കെ എന്താ? ഇന്ത്യയുടെ ഭൂപ്രകൃതി കാരണമാണ്. അതുപോലെ സമുദ്ര സാമീപ്യം. ഈ സമുദ്രത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഭയങ്കര തണുപ്പും ഭയങ്കര ചൂടും ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും ഒരു മിതമായ കാലാവസ്ഥയായിരിക്കും കേട്ടോ. രണ്ടും ഇങ്ങനെ മാറി മാറിയൊക്കെ വരും. പിന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവായിട്ട് നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഒന്ന് ശൈത്യകാലം, തണുപ്പല്ലേ. പിന്നെ ചൂടുകാലം, ഉഷ്ണക്കാലം. പിന്നെ 2 മൺസൂൺ കാലമുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവും മൺസൂണിന്റെ പിൻവാങ്ങൽ കാലവും. അപ്പൊ ഇന്ത്യയെ ഋതുക്കളെ പൊതുവായിട്ട് 4ആയിട്ട് തിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം. അതിൽ ആദ്യത്തെ ശൈത്യകാലം എപ്പോഴാ? ഡിസംബർ മാസം, ക്രിസ്മസ് അല്ലേ. ക്രിസ്മസ്, ന്യൂ ഇയർ, ആ സമയത്തൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം. ഇന്ത്യയിൽ ശൈത്യകാലം വരാൻ കാരണം എന്താ? ഇന്ത്യയിൽ സൂര്യന്റെ വെട്ടം കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അല്ലേ. കാരണം എന്താ? സൂര്യന്റെ ദക്ഷിണായന കാലത്ത്, സൂര്യൻ അങ്ങ് താഴേക്ക് പോയി, സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവിക്കുന്നത്. സൂര്യന്റെ ഉത്തരായന കാലത്ത് ഇന്ത്യയിൽ എന്തായിരിക്കും? ഉഷ്ണകാലമായിരിക്കും. അപ്പൊ സൂര്യന്റെ ദക്ഷിണായന കാലത്ത് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവിക്കുന്നു. ഓക്കെ, ഈ കാലയളവിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കനത്ത മൂടൽമഞ്ഞുണ്ടായിരിക്കും. ഹിമാലയൻ താഴ്വരകളിലൊക്കെ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ഉഷ്ണകാലം. ശൈത്യകാലം. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടാറുണ്ട്. മണാലി, ഷിംല പോലെയുള്ള ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്കൊരു അസ്വസ്ഥത പഠിക്കാനുണ്ട്. എന്താണ്? പശ്ചിമ അസ്വസ്ഥത. ഇവിടെ കൊടുത്തിട്ടില്ലേ? ഓക്കെ, ഞാൻ പറയാം കേട്ടോ. പശ്ചിമ അസ്വസ്ഥത, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നു. ശൈത്യകാലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പശ്ചിമ അസ്വസ്ഥത. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി അത് ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര സമതല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഈ മഴ കാരണം ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ്. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള അതിശക്തമായ വായു പ്രവാഹത്തെയാണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ എവിടെയുള്ള ട്രോപ്പോസ്ഫിയറിലാണല്ലേ. ഈ ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള അതിശക്തമായ വായു പ്രവാഹത്തെ ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് പറയുന്നു. ജെറ്റ് പ്രവാഹങ്ങൾ കാരണമാണ് പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ എത്തുന്നത്. എന്താണ് പശ്ചിമ അസ്വസ്ഥത?
ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി അത് ഇന്ത്യയിലെത്തുന്നു. അങ്ങനെ പഞ്ചാബില് ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ശൈത്യകാല വിളകൾക്ക് ഈ മഴ ഭയങ്കര ഉപയോഗമുള്ളതാണ്. അപ്പോൾ പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിലേക്ക് എത്തുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ കാരണമാണ്. അപ്പോൾ ശൈത്യകാലത്തെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഇതിനിടയ്ക്ക് കാൽ ബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി. ഇതാ കഴിഞ്ഞ ദിവസത്തെ ചോദ്യപേപ്പറിൽ കടന്നിരുന്നത് ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി എന്നാണ്. അപ്പോൾ ഓർത്തോണം, ശൈത്യകാലത്ത് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാൽ അത് തെറ്റാണ്. ഉഷ്ണകാലത്താണ് കാൽ ബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത്. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയൊക്കെയാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ നമ്മൾ ശൈത്യകാലം പഠിച്ചു കഴിഞ്ഞു. ഇനി ഉഷ്ണകാലമാണ് പറയാൻ പോകുന്നത്. ഉഷ്ണകാലം എപ്പോഴാണ്? സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ബാമർ പ്രദേശം അല്ലേ? ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ബാമർ. രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന സ്ഥലത്താണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. പിന്നെ ഈ കാലയളവിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂ, മാംഗോ ഷവർ എന്നിവ. പ്രാദേശിക വാദങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ കാലയളവിൽ ഉഷ്ണകാലത്തിൽ വീശുന്നതാണ് ലൂ, മാംഗോ ഷവേഴ്സ് എന്നിവ. ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇനി പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. ഇത് സിമ്പിളായിട്ട് ഈ ഒരു പിക്ചർ മാത്രം വെച്ച് നമുക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഇന്ത്യയിൽ മഴ ലഭിക്കാൻ കാരണമായിട്ടുള്ള 2 മൺസൂൺ കാലമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴക്കാലത്തിന് കാരണമാകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇനി അതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാണ്. ഈ സമയത്ത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദമായിരിക്കും. ഇന്ത്യയുടെ മാപ്പ് ആർത്തു നോക്കിയേ. ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗത്ത് ശക്തമായ ന്യൂനമർദ്ദമാണ്. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗത്താണെങ്കിൽ എന്താണ്? ശക്തമായ ഉച്ചമർദ്ദമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കാറ്റ് ഉച്ചമർദ്ദമുള്ള പ്രദേശത്ത് നിന്ന് ന്യൂനമർദ്ദത്തിലേക്കാണല്ലേ വീശുന്നത്. എന്താ? ഉച്ചമർദ്ദം തൊട്ട് ന്യൂനമർദ്ദം വരെയുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനത്തെയാണ് കാറ്റെന്ന് വിളിക്കുന്നതെന്നൊക്കെ നമ്മുടെ ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? അപ്പം നമ്മുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദമാണ്. ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദവുമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? തെക്ക് നിന്ന് വടക്കോട്ട് ഒരു കാറ്റ് വീശു അല്ലേ? അപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശുന്നു. ഇനി വേറെ സംഭവം കൂടിയുണ്ട്. എന്താ? കോറിയോലിസ് പ്രഭാവം നമ്മൾ പഠിച്ചില്ലേ? കോറിയോലിസ് പ്രഭാവം എന്താണ്? ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ കാറ്റുകളുടെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ കാറ്റിൻ്റെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും തിരിക്കുന്നത് കോറിയോലിസ് പ്രഭാവം കാരണമാണെന്ന്. അപ്പോൾ ഈ ഇന്ത്യയുടെ സമുദ്രത്തിൽ നിന്നും ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിലേക്ക് ഇങ്ങനെ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ കോറിയോലിസ് പ്രഭാവം കാരണം ഈ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നു. അപ്പോൾ അതെന്ത് കാറ്റായി? തെക്ക് പടിഞ്ഞാറൻ കാറ്റായി. മനസ്സിലായല്ലോ? സമുദ്രത്തിൽ ഉച്ചമർദ്ദം, നമ്മുടെ ഉത്തരേന്ത്യൻ പ്രദേശത്ത് ന്യൂനമർദ്ദം. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് കാറ്റ് വീശുന്നു. അപ്പോൾ കോറിയോലിസ് പ്രഭാവം കാരണം ആ കാറ്റ് സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നത് കൊണ്ട് ഈ കാറ്റുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? തെക്ക് പടിഞ്ഞാറൻ കാറ്റുകൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? അത്രയാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റുകൾ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വടക്ക് പടിഞ്ഞാറൻ കാറ്റുകൾ കേട്ടോ. അതായത് വടക്ക് കിഴക്കൻ കാറ്റുകൾ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. അതെന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും അല്ലേ? സെപ്റ്റംബർ പിന്നിടുന്നതോടെ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം. നേരെ ഓപ്പോസിറ്റ്, ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മർദ്ദം കുറയുന്നു. അപ്പം നേരെ മുകളിൽ നിന്ന് താഴേക്ക് കാറ്റ് വീശു അല്ലേ? ഇന്ത്യയുടെ വടക്ക് ഭാഗത്തു നിന്നും ഇന്ത്യയുടെ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. ഇവിടെയും കോറിയോലിസ് പ്രഭാവം ഉള്ളത് കൊണ്ട് ആ കാറ്റുകളുടെ ദിശ മാറിപ്പോകുന്നു. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റുകൾ വരണ്ട കാറ്റുകളായതുകൊണ്ട് ഇത് പൊതുവെ മഴയുണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് വീശുന്ന കാറ്റുകൾ വരണ്ട കാറ്റാണ്. അതുകൊണ്ട് ഇത് പൊതുവെ ഇവിടെ മഴയുണ്ടാക്കുന്നില്ല. ഇതിനെ ഒക്ടോബർ ഹീറ്റ് എന്നും അറിയപ്പെടുന്നു കേട്ടോ. കാരണം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയത്ത് ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസം ഒക്ടോബർ ചൂട് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പം നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് പറയുന്നത്. അത് ഒക്ടോബർ ഹീറ്റ് എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? എന്തൊക്കെ നമ്മൾ പഠിച്ചത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം പഠിച്ചു, വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും പഠിച്ചു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അതെന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലേക്ക് കാറ്റ് വീശുന്നു. അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്നു. ഇത് ഇന്ത്യയിൽ മഴ തരാൻ സഹായിക്കുന്നു. ഈ കാറ്റുകൾ 2 ശാഖകളായി പിരിയുന്നുണ്ട്.
അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് രണ്ട് ശാഖകളുണ്ട്. ഒന്ന് അറബിക്കടൽ ശാഖയും രണ്ടാമത്തത് ബംഗാൾ ഉൾക്കടൽ ശാഖയും. ജൂൺ ഒക്കെ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ നല്ല മഴയുണ്ടാകാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഈ അറബിക്കടൽ ശാഖ കാരണമാണ്. ഈ അറബിക്കടൽ ശാഖ കാരണം കേരളത്തിൽ വ്യാപകമായി മഴയുണ്ടാകുന്നു. കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയും അവിടെയും മഴയുണ്ടാകുന്നു. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിൽ ഈ കാറ്റ് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയായിട്ട് തിരിയുന്നു. അറബിക്കടൽ ശാഖ കേരളത്തിൽ മഴ നൽകുന്നു. ഈ കാറ്റ് പിന്നെ പോകുമ്പോഴാണ് കർണാടകം, ഗോവ, മഹാരാഷ്ട്ര എന്നീ ഭാഗങ്ങളിലൊക്കെ മഴയുണ്ടാകുന്നത്. ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാനിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ രാജസ്ഥാനിലേക്ക് എത്തുന്നില്ല അല്ലേ മഴ? കാരണം എന്താ? അതിനിടയ്ക്ക് ആരവല്ലി പർവ്വതനിര ഉള്ളത് കൊണ്ടാണ് രാജസ്ഥാനിലേക്ക് അത്ര കാര്യമായിട്ട് മഴ ലഭിക്കാത്തത്. ഇനി വേറൊരു ശാഖയും കൂടെ പോയിട്ടില്ലേ? ബംഗാൾ ഉൾക്കടലിന് കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദരവനം പിന്നിട്ട് പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുകയും അത് രണ്ടായി പിരിയുകയും ചെയ്യുന്നു. ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെത്തി അവിടെ വലിയ തോതിൽ മഴ നൽകുന്നു. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ശരിക്കും എന്താ? എല്ലായിടത്തും മഴ ലഭിക്കാൻ കാരണമാകുന്നു. പക്ഷെ രാജസ്ഥാന് മാത്രം കിട്ടുന്നില്ല, കാരണം അവിടെ പർവ്വതനിരകൾ ഉള്ളതുകൊണ്ടല്ലേ. ഓക്കെ, ഇനി ബംഗാൾ മേഖലയിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവശിക്കുന്ന രണ്ടാമത്തെ ശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ നൽകുന്നു. പഞ്ചാബ് സമതലത്തിൽ വെച്ച് അറബിക്കടൽ ശാഖയുമായി കൂടിച്ചേർന്ന് വടക്കോട്ട് നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിന്റെ അടിവാര മേഖലകളിൽ കനത്ത മഴ നൽകുന്നു. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കൊന്നും വേണ്ട. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്താണെന്ന് മനസ്സിലായി, അതെല്ലായിടത്തും മഴ കൊടുക്കാൻ ഒരു കാരണമാണെന്ന് മനസ്സിലായി. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം നമ്മൾ പറഞ്ഞു, അതായിരുന്നു വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത്? ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെങ്കിൽ മർദ്ദം കുറവുമായിരിക്കുന്ന സമയത്ത് വടക്ക് നിന്ന് ഇന്ത്യയുടെ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, അല്ലെങ്കിൽ ഇതിനെ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമെന്നും വിളിക്കുന്നു. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന കാറ്റുകൾ വരണ്ട കാറ്റായതുകൊണ്ട് അത് ഇന്ത്യയിൽ മഴ നൽകുന്നില്ല എന്ന് പറഞ്ഞു. ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുമെന്നും പറഞ്ഞു. ഇന്ത്യയുടെ കൊറമാണ്ടൽ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് ഇത് കനത്ത മഴയ്ക്ക് കാരണമാക്കുന്നു കേട്ടോ. ഇന്ത്യയുടെ കൊറമാണ്ടൽ തീരം എന്ന് പറയുമ്പോൾ എവിടെയാ? പടിഞ്ഞാറൻ ഭാഗത്ത് തമിഴ്നാട്ടിൽ മഴ കിട്ടാൻ വേണ്ടി കാരണമാകുന്ന ഒരു കാറ്റാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഇതാണ് തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട മഴക്കാലം. കേരളം, കർണാടകത്തിന്റെ ചില ഭാഗങ്ങളിലും വടക്ക് കിഴക്കൻ മൺസൂൺ മഴ ലഭിക്കാറുണ്ട്. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ മഴയുടെ പ്രധാനപ്പെട്ട ഒരു ആശ്രയിക്കുന്ന ആൾക്കാർ ആരാണ്? തമിഴ്നാടാണ്. കാരണം തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട മഴക്കാലം എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. കേരളത്തിന്, കർണാടകത്തിന് ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് മഴ ലഭിക്കുന്നു. ഇത്രയാണ് ഈ ഒരു മൺസൂൺ കാലത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ രണ്ട് മൺസൂൺ കാലവും ഇന്ത്യയുടെ കാലാവസ്ഥയെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഇന്ത്യയെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിക്കുന്നു. ആ 5 മേഖലകൾ ഏതൊക്കെയാണ്, ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഭയങ്കര വലിയൊരു ചാപ്റ്ററാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ കൺഫ്യൂഷൻ ആക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിച്ചാൽ മതി. ഈ ചാപ്റ്റർ ഒരു പ്രാവശ്യം കൂടെ വായിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് കേട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്